അങ്ങനെ ഇന്നാണ് നമ്മളെ ട്രിവാൻഡ്രം കൊമ്പൻസ് ആയിട്ട് നമുക്ക് കളി. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരം വൈകി. നമ്മൾ ഇന്നിരിക്കണതും ഫാൻസിന്റെ അവിടെ കളിയുടെ ഇടയിൽ കഴിക്കാനായിട്ട് കപ്പലണ്ടി മേടിക്കാനായിട്ട് ഞങ്ങൾ നോക്കി 6:45 അപ്പൊ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിച്ചു. ഇത് കഴിച്ച് കഴിഞ്ഞ് ഇനി വെള്ളം കുടിക്കണ്ടെന്ന് വെച്ച് പിന്നെ മൊത്തം ഇപ്പൊ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് കളിയൊക്കെ കാണാൻ പോണ്ടില്ല എന്ന് കുറെ പേര് ചോദിക്കുന്നു. ആകെ കുറച്ച് സന്തോഷം കിട്ടുന്നത് ഇവിടേക്ക് വരുമ്പോൾ അതും കൂടി ഇല്ലാണ്ടാവും. ചെന്നപ്പോ തന്നെ അത്യാവശ്യം ക്രൗഡ് കയറിയുണ്ട് ഫാൻസ്. കളി അങ്ങോട്ട് തുടങ്ങിയൊന്ന് ആവേശാവുമ്പോഴേക്കും അവരോജടിച്ചെങ്കിൽ എന്താ നമ്മളത് തിരിച്ചടിച്ചു. അപ്പൊ കിട്ടിയ സന്തോഷല്ലേ. ആദ്യത്തെ ഗോൾ അടിച്ചപ്പോ തീർന്നു ഞാൻ വിചാരിച്ചത്. അപ്പോഴായിരുന്നു ശരിക്കുള്ള ഒരു കംബാക്ക് അടിച്ചു വന്നത്. ഇതിന്റെ സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെയോ കിടന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഫാൻസിന്റെ വകത് വേവ് ഒക്കെ ഉണ്ടായി. നമുക്കിത് കുറച്ച് കമ്പനിക്കാരെ കിട്ടി. ഞാൻ മുന്നിട്ട് വീഡിയോസ് ഒക്കെ ഇവര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായി. ഹാഫ് ടൈമിൽ ഇന്നത്തെ ദിവസം വലിയ സെലിബ്രിറ്റീസ് ഒന്നുമില്ലല്ലോ. ആരെയും ശരിക്കും വേദണ്ടെന്ന് ചോദിച്ചപ്പോ പറയാം രാജൻ ഫുൾ ഉദ്ഘാടനത്തിലാണ് പിടി ഇവർക്ക്. സെക്കൻഡ് ഹാഫ് സത്യം പറയാൻ ഫുള്ള് ഫൗളം ചെയ്യുന്നു. ഇവിടുന്നൊക്കെ ഫൗൾ. പിന്നെ തൃശ്ശൂരിന് അത്യാവശ്യം നല്ല ചാൻസ് ഒക്കെ കിട്ടി. ടീം ഒന്ന് ഇടയ്ക്ക് ഡൗൺ ആയി. ഇപ്പൊ നമ്മളൊന്ന് ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി അടിച്ചെങ്കിൽ സമാധാനായി. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നേരത്താണ് ഒരു ഫ്രീ കിക്ക് കിട്ടി. നല്ലൊരു ഹെഡർ ആയിരുന്നു, പക്ഷെ ഓഫ് സൈഡ് ആയി. അത് ഫാൻസിൽ എല്ലാവരും ശരിക്കും നിരാശപ്പെട്ടു. എല്ലാവരും ഒരേ സമയത്ത് തലയിൽ കൈവച്ച്. ഇന്നത്തെ കളി ഇത് ഡ്രോയിൽ അവസാനിച്ചിരിക്കും. ജയിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്ന ഗെയിമാണ്. ട്രിവാൻഡ്രം കൊമ്പൻസ് നല്ല രീതിക്ക് തന്നെയാണ് കളിച്ചത്. ഡിഫൻസ് നല്ല രീതിക്ക് ടൈറ്റ് തന്നെയാണ്. തൃശ്ശൂർ ഒരുവിധം ചാൻസ് മൊത്തം എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. അപ്പിന്നെ അടുത്ത മാച്ചിന് കാണുന്നോണ്ട് എല്ലാവരോടും ബായ് കൊണ്ട് ഞാൻ ഇറങ്ങും. ബായ് ഫ്രം ഞാൻ തന്നെ.